it's me Amaluz. Welcome to my channel. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പം നമ്മൾ കുപ്പികളിലൊക്കെ പെയിൻറ്റ് ചെയ്യുന്നത് സാധാരണ ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ടാണ് അല്ലേ? അപ്പോൾ നമുക്ക് ബ്രഷിൻ്റെ ഉപയോഗം അധികം ഇല്ലാതെ എങ്ങനെ നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പം ഞാൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. അപ്പം ഇതേപോലെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ? അപ്പോൾ ഇതിൽ ഞാൻ ഈ ഫ്ലവറൊക്കെ ചെയ്തിരിക്കുന്നത് ബ്രഷ് കൊണ്ടല്ല, ജസ്റ്റ് നമ്മുടെ ഈ വിരൽ കൊണ്ട് മാത്രമാണ് ഈ ഫ്ലവേഴ്സൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഇതേപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇതേപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് മാജിക് മൊമെൻറ്റ്സിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഒരു ബേസ് കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ ഒരു ഒലിവ് ഗ്രീൻ കളർ ഞാൻ ബേസ് കോട്ട് ഇതിലേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്കാണ് നമ്മളിനി ഫ്ലവേഴ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതേപോലുള്ള ഡാർക്ക് കളർ കൊടുക്കുകയാണെങ്കിൽ ഫ്ലവേഴ്സ് ചെയ്യുമ്പം കുറച്ച് നന്നായിട്ട് ബ്രൈറ്റൻഡ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഞാനിപ്പോൾ വൈറ്റും യെല്ലോയും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് ഫ്ലവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വൈറ്റ് യെല്ലോ അക്രിലിക് കളർ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ചൂണ്ടുവിരലില്ലേ, ചൂണ്ടുവിരൽ കൊണ്ട് നമുക്ക് ബോട്ടിലേക്ക് നമുക്ക് ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കാം. അപ്പം നമുക്കിതുപോലെ 5 പെറ്റൽസ് കൊടുത്ത് ചെയ്തെടുക്കാം. പിന്നെ ഒരുപാട് ഫിനിഷിംഗ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്, നമ്മൾ കൈവിരൽ കൊണ്ടല്ലേ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവനും ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഒരു ഗ്രീൻ കളർ എടുക്കണം. നമുക്കിപ്പോൾ ഇതിൻ്റെ താഴേക്ക് നമുക്ക് ബോട്ടം പോർഷനിലേക്ക് നമ്മൾ ചെറിയ വള്ളികളൊക്കെ പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ കുറച്ച് ഒരു ലൈറ്റ് ഗ്രീൻ എടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് നമുക്കിതുപോലെ താഴേക്കൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് മാത്രമേ ബ്രഷ് കൊണ്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മാത്രം ബ്രഷ് കൊണ്ട് നമുക്കിതുപോലെ താഴേക്ക് ഇങ്ങനെ വള്ളികൾ പോലെ ഒന്ന് വരച്ചു കൊടുക്കാം.
അതിനുശേഷം നമുക്ക് ഇതേ കളർ കൊണ്ട് തന്നെ നമുക്ക് കൈവിരൽ കൊണ്ട് നമുക്കൊരു ലീഫ് പോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സിനൊക്കെ ഇടയിൽ വശത്തും അതുപോലെ നമ്മൾ വള്ളികൾ പോലെ വരച്ചില്ലേ അതിലേക്ക് നമുക്ക് അതുപോലെ ഒന്ന് വരച്ച് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ നമുക്ക് കൈവിരൽ കൊണ്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. ലീഫും കൂടി നമുക്ക് ചെയ്തെടുക്കാം. ഇനി വീണ്ടും നമുക്ക് താഴേക്ക് ഈ ലീഫിൻ്റെയൊക്കെ അതുവഴിയും പിന്നെ നമ്മുടെ വള്ളികളിൽ കൂടെയൊക്കെ ചെറുതായിട്ടൊരു, അപ്പോൾ നമ്മൾ 5 പെറ്റൽസ് ഒന്നും കൊടുക്കുന്നില്ല, ചെറിയ ചെറിയ പെറ്റൽസ് ആയിട്ട് 2-3 പെറ്റൽസൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ സിംഗിൾ പെറ്റൽസ് കൊടുത്ത് നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സിംഗിൾ പെറ്റൽസ് എല്ലാം നമ്മളൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഫ്ലവേഴ്സിൻ്റെ നമുക്ക് സെൻറ്ററിൽ നമുക്ക് ഇതുപോലെ ഒന്ന് മഞ്ഞ കളർ എടുത്തിട്ട് ഒരു മുട്ട് സൂചി കൊണ്ട് ഇതുപോലെ കുത്തി ഒന്ന് കൊടുക്കാം. അതൊക്കെ നമുക്ക് ഓപ്ഷണലായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. എങ്ങനെ നമുക്ക് കൂടുതൽ ഭംഗിയാക്കാൻ പറ്റും അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഫ്ലവേഴ്സിനിടയിൽ ഇതുപോലെ മഞ്ഞ കുത്ത് നമുക്ക് കൊടുക്കാം. അതിനുശേഷം വീണ്ടും വൈറ്റ് അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഇതേപോലെ തന്നെ ഒരു മുട്ട സൂചി എടുക്കുക. എന്നിട്ട് നമ്മുടെ ഇതിൽ ഗ്യാപ്പ് വരുന്നിടത്തേക്ക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഗ്യാപ്പ് വരുന്നിടമൊക്കെ ജസ്റ്റ് ഒന്ന് ഫിനിഷായിട്ട് കിട്ടും. അതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതും എടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മളുടെ ബോട്ടിൽ നമ്മൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്കിൻ്റെ പോർഷൻ വരുന്നിടത്ത് ജസ്റ്റ് ഇതുപോലെ ഒരു വൈറ്റ് കളറിൽ റൗണ്ടിൽ മൊത്തത്തിലൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് നമ്മുടെ നെക്കിൽ വരുന്ന പോർഷനിൽ നമ്മളിതുപോലെ ഒന്ന് ചരട് ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. നെക്ക് വരുന്ന പോർഷനിൽ പിന്നെ മേളിലേക്ക് നമ്മുടെ ഫ്ലവേഴ്സ് കൊടുത്തതിൻ്റെ മേളിലേക്ക് ചെറുതായിട്ട് മഞ്ഞയും നമ്മുടെ വൈറ്റും കൂടെ ചെറുതായിട്ട് മുട്ടസൂചി കൊണ്ടൊന്ന് കുത്തി കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഫിനിഷിങ്ങിന് വേണ്ടി നമുക്ക് ഇതുപോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ജസ്റ്റ് നമ്മൾ ഫ്ലവേഴ്സ് മാത്രം ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.